അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യം തള്ളിയ വിധിക്കെതിരെ ഡോക്ടർ റാം ഹൈക്കോടതിയിലേക്ക്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണോ ഡോക്ടർ റാം? ദിവ്യ, ഇതിനകത്ത് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഡോക്ടർ റാം ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. റാമിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഇന്നലെ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതായത് വിദ്യാർത്ഥികളെടുത്ത് ഡോക്ടർ റാം വളരെ ക്രൂരമായി പെരുമാറിയിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളുടെ മൊഴികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന് ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഡോക്ടർ റാമിന്റെ അഭിഭാഷകൻ പറയുന്നത്, അതായത് നേരത്തെ നിതിന്റെ കുടുംബം ഉന്നയിച്ച ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെളിവില്ല എന്നുള്ള കാര്യം അഡീഷണൽ സെഷൻസ് കോടതി വിധിന്യായത്തിലുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാമിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ കേസിനകത്ത് റാമിനെ അറസ്റ്റ് ചെയ്യേണ്ട അനിവാര്യതയില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഡോക്ടർ റാം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തന്നെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഡോക്ടർ റാമിന്റെ അഭിഭാഷകൻ നൽകാനാണ് ഇപ്പോഴുള്ള തീരുമാനം. യെസ് ബിജീഷ്, അത് വളരെ നിർണായകമായിരിക്കില്ലേ? കാരണം സെഷൻസ് കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ജാതി അധിക്ഷേപം ഉണ്ടായി, മോശമായി സംസാരിച്ചിട്ടുണ്ട്, മറ്റു രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ജാതി അധിക്ഷേപം ഉണ്ടായതിന് തെളിവില്ല എന്ന തരത്തിലുള്ള നിരീക്ഷണം അത് കേസിൽ വളരെ നിർണായകമായിരിക്കില്ലേ? തീർച്ചയായും അതിനകത്ത് വളരെ നിർണായകമാണ്. അതായത് നേരത്തെ നിതിന്റെ കുടുംബം ഉന്നയിച്ച തരത്തിലുള്ള ജാതി അധിക്ഷേപമല്ല ഈ മരണത്തിലേക്ക് ഇടവെച്ചത്. പക്ഷേ ജാതി അധിക്ഷേപം ഡോക്ടർ റാം നടത്തിയതായുള്ള തെളിവും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ റാം വളരെ പരുഷമായും ക്രൂരമായും പെരുമാറിയിരുന്നു. ഇത് ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് വളരെ ക്രൂരമായി അദ്ദേഹം നൽകിയിരുന്നു എന്നടക്കമുള്ള മൊഴികളാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ജാതീയമായിട്ടുള്ള അധിക്ഷേപം നടന്നതായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ മൊഴികളോ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനോ കോടതിയിൽ ഹാജരാക്കാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അഡീഷണൽ സെഷൻസ് കോടതി അത്തരത്തിലുള്ള ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും നിതിന്റെ കുടുംബം ആരോപിച്ചതുപോലുള്ള ഒരു ആക്ഷേപം ഇതിനകത്തില്ല. പകരം വിദ്യാർത്ഥികളെടുത്ത് വളരെ ക്രൂരമായി പെരുമാറിയിരുന്നു എന്നുള്ളത് മാത്രമാണ് ഡോക്ടർ റാമിനെതിരെയുള്ള കണ്ടെത്തലായിട്ട് അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു തെളിവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കസ്റ്റഡി അനിവാര്യമാണെന്നുള്ളത് അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിനകത്ത് കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമല്ല എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഡോക്ടർ റാം ഒരുങ്ങുന്നത്. ബിജീഷ് ഗോവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.